ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു ന്യൂ പാരൻ്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ബേബി ഉണ്ടോ? 6 months ആയിട്ടുള്ള ബേബിക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണോ? ഞാൻ അക്ഷര അനീഷ്. ഞാനൊരു ന്യൂ മദറാണ്. എനിക്കിപ്പോൾ ബേബി വന്നപ്പോൾ തൊട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഫിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ചുറ്റിലുള്ള ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും എല്ലാവരും പറയുന്ന ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരുന്നു, ഡിഫറെൻറ്റ് അഡ്വൈസസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏതാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇവളുടെ പീഡിയാട്രിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒപ്പീനിയൻ എടുത്ത് എൻ്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പിന്നെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോസിലൂടെയൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഹസ്ബൻഡ്സ് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പല ഒപ്പീനിയൻസും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ നിങ്ങൾ പാർട്ട്നേഴ്സ് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ ഇവളുടെ ഒരു ഫുഡ് വ്ലോഗാണ്, വാട്ട് റുക്കു ഈറ്റിൻ്റെ ഡേ ആണ് കാണിക്കുന്നത്. അവൾ ഇന്ന് രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. ഒരു ഫീഡൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ. ഇവൾക്കിപ്പോൾ 7 months ആയി. ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ മീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മോർണിംഗിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന മീലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം റുക്കുവിന് കൊടുക്കുന്നത്. അവൾ വിശന്നിട്ട് കരയാൻ കൊടുക്കും. അവൾക്ക് ഇപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അവൾ കഴിക്കുന്ന എത്രയാണോ അത്രയും കഴിക്കും. ഞാൻ പിന്നെ ഓവറായിട്ട് അങ്ങനെ കൊടുക്കാറില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ കൊടുക്കൂ. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു 100 ml വരെ വെള്ളം കൊടുക്കാം. അപ്പം അവൾക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കത്തുള്ളൂ, ഒരുപാട് കൊടുക്കാറില്ല. നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമാവും, കുഴപ്പമില്ല, കഴിക്കുന്നുണ്ട്. ഇതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഞാൻ കൊടുക്കാറുള്ളത് ചിലപ്പം പംകിൻ പുഴുങ്ങിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴം ഒക്കെ പുഴുങ്ങിയിട്ട് കൊടുക്കും, ഉടച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഈ ടൈമിൽ നമുക്ക് രാവിലെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോസിന് ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇമ്പ്രൂവ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈറ്റമിൻ എ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വിഷനൊക്കെ, ഐസൈറ്റിനും വിഷനും ഒക്കെ അത് നല്ലതാണ്. പിന്നെ മാഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡും കൂടെയാണ്. ഫൈബർ ഒത്തിരി ഉള്ള ഒരു ഫുഡും കൂടെയാണ്. അപ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഗട്ട് ഹെൽത്തിനും നല്ലതായിരിക്കും. ഇവരുടെ എന്ന് വെച്ചാൽ അല്ല, നമ്മുടെയും അതെ, വലിയ ആൾക്കാർക്കാണെങ്കിലും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാനും നല്ല ഒരു ഫുഡാണ്. അപ്പം നമ്മുടെ റുക്കുവിൻ്റെ സെക്കൻഡ് മീലിനുള്ള ടൈമായി. അപ്പം ഞാൻ ഇന്നിപ്പോൾ അവർക്ക് വേണ്ടി എടുത്തു വെച്ചേക്കുന്നത് ഫ്രൂട്ട്സ് ആണ് ഈ ടൈമിൽ കൊടുക്കുന്നത്. ഇപ്പം ശരിക്കും നമ്മുടെ ആഫ്റ്റർനൂൺ 2 ആയി. അവൾ നേരത്തെ ഫസ്റ്റ് മീലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് വീണ്ടും ഫീഡ് ചെയ്തു, കുളിപ്പിച്ചിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മണിയായപ്പോൾ എണീറ്റു. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 hours ആയി. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഫ്രൂട്ടാണ്. ഈ സമയത്ത് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ഈ മെംബ്രെയിൻ, പുറത്തുള്ള മെംബ്രെയിനൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് പോലെ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. അവളെ ഇങ്ങനെ അവൾക്കൊരു ബിബൊക്കെ ഉണ്ട്, ബിബൊക്കെ ഇടിപ്പിച്ച് അവളെ ഈ സ്ട്രോളറിൽ ഇരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഹൈ ചെയറൊന്നും ഇപ്പോഴും മേടിച്ചിട്ടില്ല. അതിന് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ എന്ന് നോക്കാം. അവൾ ഇതിൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങ് കൊടുക്കുക. ഞാനിപ്പോൾ അവൾക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞാൻ പഴം കൊടുക്കാറുണ്ടായിരുന്നു, ആപ്പിള് പുഴുങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓറഞ്ചസ് കൊടുക്കുന്നുണ്ട്, കിവി കൊടുത്തു. അപ്പം അവൾക്ക് എല്ലാ ടേസ്റ്റും കിട്ടണമല്ലോ. ഇവർക്ക് 1 year ആകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ള എല്ലാ ടേസ്റ്റുകളും 5 senses of taste ആണ് ഉള്ളത്. അപ്പോൾ 5 ടേസ്റ്റുകളും ഇവർക്ക് ശരിക്കും 1 വയസ്സിനുള്ളിൽ കിട്ടണം. അപ്പോൾ
അതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഒക്കെ കൊടുക്കുന്നത്, ഫുഡൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഫുഡുകളാണ് മാക്സിമം കൊടുക്കാറുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോഴും ബേബീസിന് കൊടുക്കുമ്പം കുറച്ചുകൂടെ എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ. അപ്പം നമ്മളൊരു 6 months ആയപ്പോൾ തന്നെ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവർക്ക് എന്തെങ്കിലും അലർജിക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഓരോരോ ഫ്രൂട്ട്സ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പ്യൂരി ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് കൊടുത്ത് നോക്കാനാണ് പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ച് നോക്കി എന്താണ് അവസ്ഥ, ഭയങ്കര പുളിപ്പാണോ മധുരമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ചില ഓറഞ്ചസ് ഒക്കെ അത്ര നന്നായിട്ട് ഇരിക്കില്ലല്ലോ. അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഓക്കെ ആണോ, അത് കഴിഞ്ഞിട്ട് കൊടുക്കാവുള്ളൂ. കുഴപ്പമില്ല, ചെറിയ പുളിയുണ്ട്, നല്ല മധുരമുണ്ട്. ഇതിപ്പോൾ സീഡ്ലെസ് ആയിട്ടുള്ള ഓറഞ്ചസ് ആണ്. സീഡ് അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് കളയേണ്ടി വന്നില്ല. ഈ മെംബ്രെയിൻ മാത്രം ഒന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടേ ഉള്ളൂ. മാക്സിമം പ്യൂരി ആയിട്ടുള്ള ഇത് ഞാൻ കുറച്ചിട്ടുണ്ട്. കാരണം അവർ ഞാൻ പറഞ്ഞില്ലേ, 1 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു സോളിഡ്സ് എല്ലാം നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കേണ്ട ഒരു ടൈം ആവണം. അപ്പം പ്യൂരി ആയിട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റില്ല. അപ്പം ഒട്ടും പറ്റാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്, മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം, പ്യൂരി ആക്കണ്ടേ. ചില കുട്ടികൾക്ക് ചിലപ്പം ആദ്യമൊന്നും പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ക്യൂബ്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇൻടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഞാനെപ്പോഴും ഇവിടെ എത്രത്തോളം കഴിക്കുമെന്ന് ചിലപ്പോൾ നമുക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാറില്ല. അപ്പം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഒരു ഓറഞ്ചിൽ ക്യൂബ്സ് ആക്കി എടുത്തത് ഒരു 4 അല്ലി ഓറഞ്ചാണ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് മൊത്തം അവൾ കഴിക്കുവാണെങ്കിൽ ഇന്നിപ്പോൾ 4 പീസസ് ഓഫ് ഓറഞ്ച് അവൾ കഴിച്ചു എന്നൊരു ഐഡിയ ഉണ്ട്. അപ്പം നാളെ ആണെങ്കിലും അപ്പോൾ കുറച്ചുകൂടെ നാളെ തന്നെയല്ല, കുറച്ച് ഡേയ്സ് കഴിയുമ്പം നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, അപ്പോൾ എത്ര കഴിച്ചു എന്നാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ ഓറഞ്ചസ് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഓറഞ്ചസിൽ ഒത്തിരി ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. ഇത് ഡൈജഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ വൈറ്റമിൻ സി ഇതിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. 4:30 ഒക്കെ കഴിഞ്ഞു. അവളുടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞായിരുന്നു. ഉച്ചക്കലത്തെ സെക്കൻഡ് മീലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ 3rd മീലിലേക്ക് പോവാണ്. റാഗിയാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ബിബൊക്കെ ഇടിപ്പിച്ച് ഇവിടെ ഇവിടെ ഇരുത്താം. അവളൊരു മുട്ടൻ കരച്ചിലൊക്കെ കരഞ്ഞിട്ടിരിക്കുക. ഈ സ്ട്രോളറിൽ ഇരുത്തി ബിബൊക്കെ ഇടിപ്പിക്കുമ്പോൾ വലിയൊരു കരച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ അത് കുടിക്കുന്നവരേ ഉള്ളൂ. കുടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്, സെറ്റാണ് കേട്ടോ. നമ്മൾ ഈ റാഗി ശരിക്കും ഫിംഗർ മില്ലറ്റ് എന്നാണ് പറയുന്നത്. ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ബേബീസിന് കൊടുക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡും കൂടെയാണ് ഈ റാഗി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട്. റാഗി കൊടുത്താൽ തണുപ്പാണ്, ചുമ വരും, അങ്ങനെയൊക്കെ. ഞാനിപ്പോൾ ഇവൾക്കൊരു ഓൾമോസ്റ്റ് 2 weeks ആയിട്ട് റാഗി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം റാഗി മാത്രമല്ല, ശരിക്കും ഈ കായയുടെ പൊടി അതൊക്കെ നല്ലതാണ്. അപ്പോൾ എനിക്കിങ്ങനെ നാടൻ കിട്ടിയിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇത് നമ്മൾ വീട്ടിൽ തന്നെ സ്പ്രൗട്ട് ചെയ്യിച്ച് റാഗി മേടിച്ചിട്ട് സ്പ്രൗട്ട് ചെയ്യിച്ച് ഉണക്കി
മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത റാഗിയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ അവളുടെ ഫോമുലയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഷുഗറൊന്നും നമുക്കിപ്പോൾ കൊടുത്തു തുടങ്ങണ്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഓർഗാനിക് ജാഗറി പൗഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കുറച്ച് ഇതിൽ മിക്സ് ചെയ്യും. പിന്നെ ഓൾറെഡി നമ്മൾ ആ പാലിൻ്റെ ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ചെറിയ മധുരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്പൂണിലെടുക്കുമ്പോൾ ഇങ്ങനെ വീണില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് കുറുക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പം രുക്കു ബേബിക്ക് റാഗി ഇഷ്ടമാണോ? ഇഷ്ടമാണെനിക്കൊന്ന് കഴിച്ചേ. രുക്കു ബേബിക്ക് റാഗി ഇഷ്ടമാണ്. അപ്പോൾ എനിക്കറിയില്ല, ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ജലദോഷവും കോൾഡൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. രുക്കു ബേബിക്ക് ഏതായാലും ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റാഗി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും അവൾക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ടൈമിൽ അവർക്ക് ഹൈലി കാൽഷ്യം കണ്ടന്റ് ഉള്ള ഒരു ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള സീരിയൽസിനെ വെച്ച് നോക്കുവാണെങ്കിൽ റാഗിയിലെ കാൽഷ്യം കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇത് ബേബീസിൻ്റെ ബോൺ സ്ട്രെങ്തനിങ്ങിനും പല്ലിനും ഒക്കെ നല്ലതാണ്. ഹൈലി ഫൈബർ കണ്ടന്റ് ഉണ്ട് റാഗിയിൽ. അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് റാഗിയിൽ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പല കുട്ടികൾക്കും വയറുവേദന വരുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉമി ഉള്ളിൽ ചെന്നിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. പക്ഷേ ഇതിലെ ബ്രാനാണ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് തവിടാണ് ബേബീസിന് കൊടുക്കേണ്ടത്. ഉമി റിമൂവ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പിന്നെ ഞാൻ ഇവർക്ക് ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേറെ ടോയ്സോ ടിവിയോ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കാറില്ല. കാരണം അവർ കഴിക്കുന്ന ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കഴിക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ കളിപ്പാട്ടമൊക്കെ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ ടി വി ആണെങ്കിലും അത് കണ്ടുകൊണ്ടിരുന്ന ഫുഡ് കഴിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ മാക്സിമം അവൾ ശ്രദ്ധിച്ചിരിക്കുക ഞാൻ എന്താ പറയുന്നതെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. പിന്നെ എന്താ വെച്ചാൽ പിള്ളേരിങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കഴിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരോട് സംസാരിക്കും. ഞാൻ നോർമലി ഇവൾക്ക് ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. ഇവളെ എങ്ങനെ കഴിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്ത് കൊടുക്കും, എത്ര സ്പൂണാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ 1 2 നമ്മൾ 2 സെക്കൻഡ് സ്പൂൺ കൊടുക്കുമ്പോൾ 2 പറയും. അങ്ങനെ ഒരു 22 ഒക്കെ ഓരോ ദിവസം അവൾ സ്പൂൺസ് കുടിക്കും. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുത്ത് വരുമ്പോൾ ഓരോ ഐഡിയ കിട്ടും. അപ്പം ഞാനിങ്ങനെ 3 അവളപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവളത് കുടിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയോ ഇങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർക്ക് ഫീഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേറൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. അവരത് എൻജോയ് ചെയ്ത് കഴിക്കും. അല്ലേടാ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം നമ്മുടെ 3rd മീലെന്ന് പറയുന്നത് റാഗിയാണ്. അപ്പം റാഗി മാത്രമല്ല, സൂചി ഗോതമ്പും പിന്നെ കായ പൊടിച്ചതൊക്കെ നല്ലതാണ്. ഓൾട്ടർനേറ്റീവായിട്ട് അതും കൂടെ കൊടുക്കാം എന്നാണ് മൈൻഡിൽ. അപ്പം അങ്ങനെയും കൂടെ ചെയ്യണം എങ്ങനെ വിചാരിക്കുന്നുണ്ട്. അല്ലേടാ, അത് വാങ്ങിച്ചിട്ട് തന്നെ കുടിക്കുമോ? കായോടെ എടുക്കുന്നത് ഫുൾ അവളിങ്ങനെ കഴിക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാനിങ്ങനെ ജാഗറി ഒന്നും മിക്സ് ചെയ്ത് ആയിരുന്നില്ല കൊടുത്തത്. വെറുതെ റാഗിയും പിന്നെ പാലും മാത്രം മിക്സ് ചെയ്തിട്ടുള്ളായിരുന്നു. നമ്മൾ ഷുഗർ കൊടുത്ത് ശീലിപ്പിക്കുന്ന പോലെ ആയിരിക്കും അവർക്ക് വലുതാകുമ്പം മധുരത്തിനോടുള്ള ക്രേവിങ്സ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ കുറയ്ക്കാം. അപ്പോൾ ഇവളുടെ ഡയറ്റ് പ്ലാനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെയും ബിജോയുടെയും ഇതും കൂടെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മളും ഇപ്പോൾ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഷുഗർ ഒന്നും കഴിക്കുന്നില്ല. എന്തായാലും രുക്കു ബേബി റാഗിയൊക്കെ കുടിക്കട്ടെ. എനിക്കിനി വൈകിട്ട് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ഞാനപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫോമുല ഫീഡുണ്ട്. ഒന്ന് ബോട്ടിൽ ഫീഡ് ചെയ്യും. അതൊരു ഇപ്പം 5:30 6:30 ഒക്കെ കഴിയുമ്പം. ഇനി അങ്ങോട്ട് പാല് മാത്രമാണ് കൊടുക്കുന്നത്. രാത്രി പിന്നെ വേറെ ഫുഡൊന്നും കൊടുക്കാറില്ല. അപ്പം ഒരു ഫീഡ് മാത്രം ബോട്ടിൽ ഫീഡ് ചെയ്യും. ബാക്കി പിന്നെ ഞാൻ അല്ലാതെ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ രുക്കു ബേബിയുടെ 7 monthsൽ ഹലോ 7 monthsൽ എന്ത് 7 monthsൽ what I eat in 7 months അല്ലേ രുക്കു ബേബി? what രുക്കു ബേബി eat in 7 months അല്ലേ?
അല്ലേടാ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബേബീസുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അറിയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതെല്ലാം കമന്റ് ബിലോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.